തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന എഡിജിപിയുടെ റിപ്പോർട്ട് തള്ളി തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ. റിപ്പോർട്ടിൽ നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന വസ്തുക്കളെല്ലാം ക്ഷേത്രത്തിൽ തന്നെയുണ്ട്. രാജകുടുംബാംഗങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വഴിയിലൂടെ മറ്റാരും ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെന്നും ആദിത്യവർമ്മ മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് രാജകുടുംബത്തിന്റെ തീരുമാനം. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് DGP നൽകിയ റിപ്പോർട്ട് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി തിരുവിതാംകൂർ രാജകുടുംബാംഗം ശ്രീ ആദിത്യവർമ്മ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന് പറയുന്നു. ആധികാരികമായി DGP ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. അന്വേഷണം നടത്തിയെന്ന് പറയുന്നു. അവിടെ അമ്പലത്തിൽ പോലീസുണ്ട്, അവരറിഞ്ഞിട്ടില്ല. പിന്നെ അമ്പലത്തിൽ സുപ്രീം കോടതി വിധിപ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ സിറ്റിംഗ് ഡിസ്ട്രിക്ട് ജഡ്ജാണ്, അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഈ ഒരു റിപ്പോർട്ട് അവർ നടത്തി എന്ന് വളരെ ആശ്ചര്യമായിരിക്കുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പോയി പേഴ്സണൽ വെരിഫിക്കേഷൻ നടത്തി. സാധനങ്ങൾ അവിടെ തന്നെ ഒരു കുഴപ്പമില്ലാതെ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താൽ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ നേരെ നടുക്കടുത്ത നടയിൽ നോക്കുമ്പോൾ 3 വിഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നതാണ് വൈരനാമം. അൺകട്ട് ഡയമണ്ട്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം അവിടെ തന്നെ പൊതിഞ്ഞ് ഭദ്രമായിട്ട് ശ്രീ പത്മനാഭസ്വാമിയുടെ അരികിൽ തന്നെ ഉണ്ടല്ല. ഇങ്ങനൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടിന് ആധാരമായ അന്വേഷണം നടത്താനുള്ള സാഹചര്യം എന്തെങ്കിലും ഉള്ളതായി നമ്മൾ സൂചിപ്പിക്കുകയോ നമുക്ക് തോന്നുകയുണ്ടോ? വൺ സൈഡഡ് ആയിട്ടുള്ള റിപ്പോർട്ടായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. DGP, അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ദേവസ്വം മന്ത്രി, നമ്മളെല്ലാവർക്കും കമ്മിറ്റി ഉടൻ തന്നെ കത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടി. ഈ കൊട്ടാരത്തിൻ്റെ പേര് പറഞ്ഞ് പ്രത്യേകമായി ഈ ആനുകൂല്യം അനുവദിച്ച് യാതൊരു പരിശോധനയില്ലാതെ കടന്നു പോകുന്നു. അപ്പോൾ ഇവരെയാണ് സംശയിക്കുന്നത് എന്നാണ് പറയുന്നത്. എൻ്റെ അറിവിൽ ഈ പറയുന്ന ആൾക്കാരൊന്നും എൻ്റെ കൂടെ വന്നിട്ടില്ല. ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പാതയുണ്ട്, ചെമ്പകത്തുമൂട്ടുകട. അതുവഴി ഇവരെ ആരെയും ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഈ നട ഞങ്ങൾ പോകുമ്പോൾ മാത്രമേ തുറന്നിരിക്കൂ. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് ഈ നട ഇങ്ങ് അടയ്ക്കും. സുരക്ഷ ചെക്ക് ചെയ്യേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്. അത് സുരക്ഷാ വീഴ്ച അവരൊരിക്കലും അതുവരെ പോയിട്ടുമില്ല. അവർ പോകുമ്പോഴെപ്പോഴും ഫ്രിസ്കിങ്ങും പോലീസിൻ്റെ എന്താണ് മാനദണ്ഡം അതനുസരിച്ചാണ് പോയിട്ടുള്ളത് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. രാജപ്രതിനിധി തൊഴുവാൻ പോകുമ്പോൾ കുടുംബത്തിൻ്റെ ഭാഗമായുള്ള ആളുകൾ മാത്രമാണോ ഒപ്പം വരാറുള്ളത്, അതോ മറ്റാളുകളും വരാറുണ്ട്? എങ്ങനെയാണ്? മറ്റാരും വരാറില്ല. നമ്മുടെ ട്രസ്റ്റിൻ്റെ ഓഫീസേഴ്സ്, പിന്നെ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ്, നമ്മുടെ ഫസ്റ്റ് കസിൻസ്, അങ്ങനത്തെ ആൾക്കാരെ വരാറുള്ളൂ. നമ്മൾ ആരും അങ്ങനെ ഗസ്റ്റിനെ കൊണ്ടുപോകാറില്ല. എന്നാലും ഇവിടുത്തെ മോഷണവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്താനാണ് പിന്നീട് ഒരു ശ്രമം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങേക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ മനഃപൂർവ്വം കൂട്ടി വായിപ്പിക്കുന്നതാണ്. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. വിവാദങ്ങളിൽ എന്തായാലും തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായി മാതൃഭൂമിക്കാണ് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങളും നിയമവും പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. എന്തുകൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാകുന്നു, എങ്ങനെയാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയില്ല. നിയമപരമായി മുന്നോട്ട് പോകും എന്നുകൂടി എന്തായാലും രാജകുടുംബാംഗം ആദിത്യവർമ്മ മാതൃഭൂമിയോട് പറയുന്നുണ്ട്. രാഹുൽ ജി നാഥ് തന്നെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇങ്ങനൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി, അവിടെ നിന്ന് വിലപ്പെട്ട പലതും മോഷണം പോയി എന്ന സംഭവത്തിൽ അറിയാതെയെങ്കിലും വിരൽ ചെന്ന് ചൂണ്ടി നിൽക്കുന്നത് രാജകുടുംബത്തിലേക്കായിരുന്നു. അവിടെ അനുമതിയില്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്നത് രാജകുടുംബത്തിനെന്ന നിലയ്ക്ക് അവിടെ വന്നിട്ടുള്ള VIP-കൾ എന്നൊക്കെയായിരുന്നു ആ ഒരു സംശയത്തിൻ്റെ നിഴലിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാജകുടുംബം എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ വിശദീകരിക്കുന്നത്? ഇവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടേ ഇല്ല എന്ന നിലപാടാണോ? ആ നിലപാട് തന്നെയാണുള്ളത്. ഇതിൽ ADGP സമർപ്പിക്കുകയും പിന്നീട് DGP ആഭ്യന്തര വകുപ്പിലേക്ക് കൈമാറുകയും ചെയ്ത റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വൈരനാമ, പിന്നീട് ദീപാരാധന തട്ട്, ഈ ആളുകൾ ഭക്തർ കൊടുത്ത കാണിക്കയായി കൊടുത്ത കുറച്ച് സ്വർണവുമായി ബന്ധപ്പെട്ട കാണിക്ക, അപ്പോൾ അത് 3 നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടിൽ കണ്ടെത്തൽ വരുന്നു. അതിനപ്പുറത്തേക്ക് ഇത് നഷ്ടപ്പെടാൻ കാരണമായത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള സുരക്ഷാ വീഴ്ചയാണ്. കാരണം ഈ കൊട്ടാരത്തിൻ്റെ പേര് പറഞ്ഞ് കുറച്ച് ആളുകൾ കൊട്ടാരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ സുരക്ഷാ മാനദണ്ഡങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത്. ആദിത്യവർമ്മയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവർ എന്നുള്ള ചർച്ചയും ഇത് മുന്നോട്ട് വെച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതികരണവുമായി തിരുവിതാംകൂർ രാജകുടുംബം മുന്നിലേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഇന്നലെ ഈ സമിതി യോഗമുണ്ടായിരുന്നു, ക്ഷേത്ര സമിതി യോഗമുണ്ടായിരുന്നു. അതിൽ കൃത്യമായി സമിതി അംഗങ്ങൾ, ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ
ക്ഷേത്രത്തിനുള്ളിൽ പോയി ഈ നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കണ്ടു. അത് കൃത്യമായി ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ രാജകുടുംബാംഗങ്ങൾ മാത്രം പോകുന്ന ക്ഷേത്ര ദർശനത്തിനായി പോകുന്ന പ്രത്യേക വഴിയുണ്ട്. ആ വഴിയിലൂടെ രാജകുടുംബാംഗങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ, മറ്റാരും പോയിട്ടില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം എങ്ങനെ വന്നു, ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന് പോലും അവർ സംശയിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. റിപ്പോർട്ടിൽ പറയുന്നത് പോലെ യാതൊന്നും ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. അതൊന്നാമത്തെ കാര്യമായി പറയുന്നു. മറ്റൊന്ന്, സുരക്ഷാ മാനദണ്ഡങ്ങൾ തെറ്റിച്ചുകൊണ്ട് രാജകുടുംബവുമായി അടുപ്പമുള്ള ആരും, രാജകുടുംബത്തിന് പുറത്ത് അടുപ്പമുള്ള ആരും അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. അങ്ങനെ പ്രവേശിക്കാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കാനും ഉള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് രാജകുടുംബം പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകും. ഈ റിപ്പോർട്ട് എങ്ങനെ വന്നു എന്നുള്ള ആശ്ചര്യത്തിലും ആശങ്കയിലുമാണ് ഇപ്പോൾ എന്തായാലും രാജകുടുംബം ഉള്ളത്. ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.